രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ കൈമാറി. രാഹുലിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട DK മുരളി MLA ആണ് പരാതി നൽകിയത്. TS ഹരീഷ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഈ പരാതി കിട്ടിയപ്പോൾ അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുമെന്ന് പറഞ്ഞിരുന്നു. എത്തിക്സ് കമ്മിറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരു പരാതി ലഭ്യമായാൽ പോലും അയോഗ്യത കൽപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഇനി ഉണ്ടാവുക? ഉണ്ട്. ഈ അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന MLA-മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ MLA-മാരെ പുറത്താക്കാൻ, അയോഗ്യനാക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട്. അത് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് സഭ കടക്കുക. അങ്ങനെ ഒരു നടപടിയോ റിപ്പോർട്ടോ വേണമെങ്കിൽ MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകണം. ഈ സാഹചര്യത്തിലാണ് DK മുരളി MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം എന്നുള്ളതാണ് പരാതി. അതായത് നിയമസഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം എന്നുള്ളതാണ് DK മുരളി MLA-യുടെ പരാതി. ഈ പരാതിയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ കൈമാറുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഇനി DK മുരളിക്ക് നിയമസഭയിൽ ഈ പരാതി ഉന്നയിക്കാൻ കഴിയില്ല. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായി സഖാക്കൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയിട്ട് ഇതിൽ അവസാനം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടു, അതവിടെ കിടക്കട്ടെ, അത് വിട്ടു, അതിലൊരു ചുക്കും രാഹുലിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ DK മുരളി, വാമനപുരം MLA ആയിട്ടുള്ള DK മുരളി ഈ പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു. എന്താണ്? ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കുവാനുള്ള അവസരം നൽകണമെന്ന്. പക്ഷേ ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് ഇത് പറഞ്ഞു വിട്ടതോടുകൂടി അങ്ങനെ ഒരു അവസരം നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടതുകൊണ്ട് രാഹുലിനെ അയോഗ്യനാക്കാൻ കഴിയുമോ? അതും കഴിയില്ല. രാഹുലിനെ അയോഗ്യനാക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. അതിനപ്പുറം നിയമത്തിൻ്റെ ഒരുപാട് വശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അയോഗ്യനാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുകേഷിനെ അയോഗ്യനാക്കേണ്ടി വരും, ഗണേഷ് കുമാറിനെ അയോഗ്യനാക്കേണ്ടി വരും, PA മുഹമ്മദ് റിയാസിനെ അയോഗ്യനാക്കേണ്ടി വരും, കടകംപള്ളിയെ അയോഗ്യനാക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആളുകളെ അയോഗ്യനാക്കേണ്ടി വരും. ഈ പറയുന്ന എന്താ പറയേണ്ടത്, കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് അത് സ്ത്രീ പീഡനം മാത്രമല്ല. ഇപ്പോൾ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ അയ്യൻ്റെ പൊന്ന് കട്ടക്കേസിലെ പ്രതിയാണ്. അയാളെ കാരണം ഇന്നിപ്പോൾ സുപ്രീം കോടതി വാസു സുപ്രീം കോടതിയിൽ പോയിട്ട് ജാമ്യാപേക്ഷ നൽകിയപ്പോൾ വാസുവിനോട് സുപ്രീം കോടതി പറഞ്ഞത് അയ്യൻ്റെ പൊന്ന് കക്കാൻ ഉളുപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നാണ് ചോദിച്ചത്. ദൈവത്തിനെ പോലും നിങ്ങൾ കട്ടുമുടിച്ചില്ലേ എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഈ കേസൊന്നും ഇവിടെ പരിഗണിക്കാൻ പറ്റില്ല, അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്, അവർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ച് നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കടകംപള്ളി അയ്യൻ്റെ പൊന്ന് കട്ടതാണ്. മുകേഷ് ആരാണ്? സ്ത്രീ പീഡന കേസിൽ കുറ്റപത്രമുള്ള വ്യക്തിയാണ്. മനസ്സിലായില്ലേ? ഗണേഷ് കുമാർ ആരാണ്? മുകേഷ് ആരാണ്? കടകംപള്ളി ആരാണ്? തോമസ് ഐസക് ആരാണ്? അങ്ങനെ ഒരുപാട് പേരുണ്ട്. അയോഗ്യരാക്കാനാണെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് പ്രശ്നമെങ്കിൽ, പെരുമാറ്റച്ചട്ടമാണ് പ്രശ്നമെങ്കിൽ അയോഗ്യത കൽപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിലൊരു പരാതി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ DK മുരളി പരാതി കൊടുക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നത് അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്നൊന്നുമില്ല, അത് നടക്കില്ല എന്നും DK മുരളിക്ക് അറിയാം. പിന്നെ എന്തിന് പരാതി കൊടുത്തു? പരാതി കൊടുത്തത് അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ആ പരാതിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സ്പീക്കർ AN ഷംസീർ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്. MLA-മാർ പരാതി നൽകണം, അങ്ങനെ ആരും നൽകിയിട്ടില്ല എന്ന്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും സമൂഹത്തിൽ നിന്ന്, എന്തേ രാഹുലിനെ അയോഗ്യനാക്കാൻ നിങ്ങൾ പരാതി കൊടുക്കാത്തത് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പരാതി കൊടുത്തത്. പക്ഷേ DK മുരളിയുടെ ആവശ്യം DK മുരളിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ പരാതി കൊടുത്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ കൊടുക്കുമ്പോൾ DK മുരളി ആഗ്രഹിച്ചത് ഇത് സഭയിൽ ഉന്നയിക്കണം. കാരണം ഇത് ലാസ്റ്റ് നിയമസഭാ സമ്മേളനമാണ്. ഈ ലാസ്റ്റ് നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് UDF മാക്സിമം സ്കോർ ചെയ്യും അവർ എന്നുള്ളതാണ്, ആഞ്ഞടിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു.
അപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് പ്രതിരോധിക്കാൻ വേണമായിരുന്നു. അതായിരുന്നു ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉന്നയിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിന് നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ഇന്നിപ്പോൾ സഭ തുടങ്ങിയത് മുതൽ നിരന്തരമായ കടന്നാക്രമണം, അത് പിണറായി വിജയനെതിരെ, വാസവനെതിരെ, അങ്ങനെ നിരന്തരമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലും നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു ആകെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം വിഷയമായിരുന്നു. അതും മുഞ്ചിപ്പോവുകയാണ്. മനസ്സിലായില്ലേ? സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ, UDF അംഗങ്ങൾ ഇങ്ങനെ നിർത്തിപ്പൊരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ, വാർത്തയിൽ ഇടം നേടാൻ എന്തെങ്കിലും ഒന്ന് വേണമായിരുന്നു. അതും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പ്രതിസന്ധിയുടെ ആഴം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ സഖാക്കൾക്കും പിണറായി വിജയനും അടിമകൾക്കും രാജാവിനും എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഈ എല്ലാം അവസാനിക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം അവസാനിക്കും, ഇനിയൊന്നും ബാക്കിയുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം വിവാദങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. അറസ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു, കുഴലൂത്തുകാരിൽപ്പെട്ട ആരോ. ആ പറഞ്ഞു കൊടുത്തതിന് അവർ തന്നെ തിരക്കഥയുണ്ടാക്കി, അവർ തന്നെ അത് നടപ്പിലാക്കി, അവർ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷേ അറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം അറിഞ്ഞതോടുകൂടി നേരെ തിരിഞ്ഞു. അനുകൂലമാകുമെന്ന് കരുതിയ കാര്യം അനുകൂലമായില്ല എന്ന് മാത്രമല്ല, അത് പ്രതികൂലമായി. അല്ലേ? പൊതുവെ ഒരു വലിയ ജനഭിപ്രായമുയർന്നു. രാഹുലിന് അനുകൂലമായിട്ടുള്ള, രാഹുലിനെ വേട്ടയാടുകയാണ്, രാഷ്ട്രീയ പകപോക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ വലിയ ഒരു ശബ്ദം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ തുടങ്ങി. അതോടുകൂടി അത് വലിയ പ്രതിരോധമായി. അറസ്റ്റ് ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊരു തോന്നലിലേക്ക് എത്തി. ഇപ്പം എന്താ? കസ്റ്റഡിയിൽ പോലും വേണ്ട രാഹുലിനെ കസ്റ്റഡിയിൽ പോലും വേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആരാ നിർദ്ദേശം കൊടുത്തത്? പിണറായി വിജയൻ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശമാണ് മൂന്നാമത് വന്ന പരാതി വന്നതല്ല, വരുത്തിച്ചതാണ്. ഒരു പരാതി ഉണ്ടാക്കിയെടുത്തു, ആ പരാതി വളരെ രഹസ്യമാക്കി വെച്ചു. എന്നിട്ട് ആ പരാതിയിന്മേൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിർദ്ദേശം എന്തായിരുന്നു? ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എന്താക്കും? മുൻകൂർ ജാമ്യവുമായിട്ട് കോടതിയിൽ പോകും. പിന്നെ രാഹുലിനെ തൊടാൻ കിട്ടൂല. പിണറായിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു വിങ്ങലുണ്ട് പിണറായിക്ക്. എടോ വിജയ എന്ന് മുഖത്ത് നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടി വിളിക്കുമ്പോൾ ആ പക ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു, വല്ലാത്ത ഒരു പക. ആ പക പിണറായി വിജയൻ കുറേ കാലമായിട്ട് കൊണ്ടു നടക്കുന്നതാ. ഈ കസേരയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടിച്ച് അകത്തിടണം എന്ന് അത്രമാത്രം പിണറായി വിജയൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് വളരെ രഹസ്യമായി, വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി പരാതി വരുന്നതും പരാതിയെ സമീപിക്കുന്നതും പരാതിയിന്മേൽ നടപടി ഉണ്ടാകുന്നതുമൊക്കെ വളരെ രഹസ്യം. രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടം താമസിക്കുന്ന മുറിയിലെത്തിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതല്ലേ ഉണ്ടായത്. അപ്പോൾ ഈ അവസാന നിയമസഭാ സമ്മേളനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന് പറയുന്നത്. പക്ഷേ അത് 8 നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം സഭയിൽ പിടിച്ചു നിൽക്കാൻ വേറെ വഴികളില്ലെന്ന് മാത്രമല്ല, എല്ലാം കയ്യിൽ നിന്ന് പോവുകയാണ്. കടകംപള്ളിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ കുരുക്ക് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാ. ഏത് നിമിഷവും കടകംപള്ളി സുരേന്ദ്രൻ ശ്വാസം മുട്ടിച്ചാവൂ. ഇത് കടകംപള്ളിയുടെ മാത്രം പ്രശ്നമാണോ? അല്ല. PS പ്രശാന്തൻ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് വാസവനുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നമായി മാറുകയാ. അയ്യൻ്റെ പൊന്നു കട്ടത് അത് ഒരർത്ഥത്തിലും ഒരു രീതിയിലും
ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടവും പറയാൻ പറ്റൂല, ഒന്നും പറയാനും പറ്റൂല, വാ തുറക്കാൻ പറ്റൂല, പ്രതിപക്ഷം പറയുന്നത് കേട്ടിരിക്കണം. എങ്ങനെ സഹിക്കുമെന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവും സഖാക്കൾക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ DK മുരളി ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക, എന്തിനാ ഞാനൊരു പരാതി കൊടുത്തത്? പരാതി കൊടുക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം അയാൾ അയോഗ്യനാക്കണമെന്നൊന്നും ആയിരുന്നില്ല. മറിച്ച് ഇത് സഭയിലൊരു വിഷയം, പ്രതിപക്ഷത്തെ തിരിച്ചടിക്കാനുള്ള, അവരെ പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു വിഷയമായിട്ടാണ് DK മുരളി കണ്ടത്. മനസ്സിലായില്ലേ? പ്രതിപക്ഷം ഈ പ്രതിസന്ധിയിലാകുമോ പ്രതിരോധത്തിലാകുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് മുകേഷും ഗണേശനും റിയാസും കടകംപള്ളിയും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുമോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ചോദ്യം അവിടെ അപ്രസക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം വിഷയം അങ്ങനെ ഒരു വളരെ പ്രതീക്ഷയുണ്ടായ ഒരു വിഷയമായിരുന്നു സഖാക്കൾക്ക്. പക്ഷേ അതിലും തിരിച്ചടി. സഭയിൽ ചെന്നാൽ എവിടെ നിന്നാണെങ്കിലും സഖാക്കളാണ്. സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഈ വിളി കേട്ട് 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 ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് സഖാക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയവും ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു വഴിയായിട്ട് സഖാക്കൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലും 8 നിലയിൽ മൂഞ്ചി പോവുക എന്ന് നമ്മൾ പറയില്ലേ, അതന്നെ യാഥാർത്ഥ്യമാണത്.